നമസ്കാരം. ആലപ്പുഴയിലെ സിപിഎമ്മും പാർട്ടിയുടെ മുൻ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരൻ നടത്തിയ അതിഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾക്കെതിരെ എച്ച് സലാം ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. സിപിഎമ്മിന്റെ വേഷം ധരിച്ചു നടക്കുന്ന ചില പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത് എന്നായിരുന്നു ജി സുധാകരന്റെ കടുത്ത പരാമർശം. ഈ പ്രയോഗം തന്നെ ഉദ്ദേശിച്ചാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ എച്ച് സലാം സുധാകരൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കോടതിയിൽ വന്ന് പറയട്ടെ എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. വർഷങ്ങളോളം പാർട്ടിയെ ആലപ്പുഴയിൽ കെട്ടിപ്പടുത്ത ജി സുധാകരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകളെയും ക്രിമിനൽ ശൈലികളെയും തുറന്നു കാട്ടുമ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ കോടതിയെ അഭയം പ്രാപിക്കുന്ന നേതാക്കളുടെ ഈ ഒരു നെട്ടോട്ടം തികച്ചും പരിഹാസ്യമാണ്. ജി സുധാകരനും എച്ച് സലാമും തമ്മിലുള്ള ഈ പോര് വെറുമൊരു വാക്പോരല്ല, മറിച്ച് കോടികളുടെ സാമ്പത്തിക ഇടപാടുകളുടെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുന്ന ഒന്നാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി ചുമതല ഇല്ലാതിരുന്നിട്ടും ജി സുധാകരൻ സ്വന്തം നിലയിൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്തുവെന്നും ആ പണം പാർട്ടിക്ക് നൽകിയില്ലെന്നുമാണ് എച്ച് സലാമിന്റെ പ്രധാന ആരോപണം. സുധാകരനെതിരെ മുൻപ് പാർട്ടി അന്വേഷിച്ച കുറ്റങ്ങളിൽ ഒന്ന് ഈ ഒരു സാമ്പത്തിക ഇടപാടാണെന്നും സലാം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിന് ജി സുധാകരൻ നൽകിയ മറുപടിയിൽ സലാം പ്രകോപിതനായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിരിച്ച പണത്തിന്റെ യഥാർത്ഥ കണക്കുകൾ താൻ പുറത്തുവിട്ടാൽ എച്ച് സലാം ഇന്ന് സിപിഎം എന്ന പാർട്ടിയിൽ തന്നെ ഉണ്ടാകില്ലെന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത്. അമ്പലപ്പുഴയിൽ വെച്ച് തനിക്കെതിരെ കടുത്ത കയ്യേറ്റ ശ്രമം ഉണ്ടായെന്നും ഇത് സംബന്ധിച്ച് പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൃത്യമായി പരാതി നൽകിയിട്ടുണ്ടെന്നും സുധാകരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുതിർന്ന നേതാവിനെ പോലും ആക്രമിക്കാൻ മടിക്കാത്തവരാണ് പാർട്ടിയിലുള്ളതെന്ന സുധാകരന്റെ വാദങ്ങളെ ശരിവെക്കുന്നതാണ് ഈ ഒരു വെളിപ്പെടുത്തലുകൾ. ജി സുധാകരൻ തന്റെ വ്യക്തിവിദ്വേഷം തീർക്കാൻ വേണ്ടി ജാതിയും മതവും വർഗീയതയും ടൂളുകളായി ഉപയോഗിക്കുകയാണെന്നാണ് എച്ച് സലാമിന്റെ മറ്റൊരു ആക്ഷേപം. മാധ്യമപ്രവർത്തകരെ പോലും സുധാകരൻ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നുവെന്നും സലാമിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സുധാകരന്റേത് സംസ്കാരമില്ലാത്ത രീതിയാണെന്നും വളവളാന്ന് വിവരക്കേട് പറയുകയാണെന്നുമാണ് സലാം പരിഹസിക്കുന്നത്. എന്നാൽ ഇതേ സമയം യഥാർത്ഥത്തിൽ പാർട്ടിയെ തകർത്ത പുതിയ ശൈലിക്കെതിരെയാണ് സുധാകരൻ ശബ്ദമുയർത്തുന്നത്. 2 മാസം മുൻപ് സ്ത്രീകളെ മുൻനിർത്തി തനിക്കെതിരെ നടത്തിയ അനാവശ്യമായ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഇത്തരം പൊളിറ്റിക്കൽ ക്രിമിനലുകളാണെന്ന് സുധാകരൻ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഭിമാനമുള്ള ഒരു സ്ത്രീയും അത്തരം വ്യാജ പ്രതിഷേധങ്ങൾക്ക് വരില്ലെന്നും അണിയറയിൽ ഇരുന്ന് ചരട് വലിച്ച ക്രിമിനലുകളാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം തുറന്നടിച്ചു. വിദ്യാഭ്യാസ തദ്ദേശ വകുപ്പുകളിലെ അഴിമതിയെക്കുറിച്ചും സ്കൂളുകളിലെ അട്ടിമറിയെക്കുറിച്ചും ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് സുധാകരൻ കൃത്യമായ വിവരങ്ങൾ കൈമാറിയിട്ടും പാർട്ടിക്കുള്ളിലെ മാഫിയകൾ സുധാകരനെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നത് അവരുടെ കള്ളത്തരങ്ങൾ പുറത്താകുമെന്ന ഭയം കൊണ്ടാണ്. ഭരണം നഷ്ടപ്പെട്ടതോടെ സിപിഎം നേതാക്കൾ വൈരാഗ്യം തീർക്കാനായി ചെളിവാരി എറിയുകയും കോടതി കയറുകയും ചെയ്യുന്ന സിപിഎം നേതാക്കളുടെ ഈ ഒരു അവസ്ഥ സ്വന്തം അണികളെ പോലും ലജ്ജിപ്പിക്കുന്നതാണ്.